ഇനി ആരും സംസാരിക്കാതെ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞപ്പോഴും മനസ്സിന്റെ ദാഹം തീരാതെ ഖാലിദ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വാക്കുകൂടി എന്നോട് ചോദിച്ചു, ഓ കുഞ്ഞി, നമ്മുടെ തെക്കൻ കേരളത്തിലെ സുന്നി പ്രവർത്തനത്തിന്റെ അവസ്ഥ എന്താണ്? അവിടുത്തെ സംഘടനാ പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിക്കാൻ ഖാലിദ് മറന്നില്ല. ഖാലിദ് കേവലം പ്രവർത്തനത്തെ കുറിച്ച് ബാഹ്യമായി ഒരു വിട്ടുകൊണ്ട് നടന്നൊരു ഭൗതികവാദിയല്ല കേട്ടോ. സിന്ദാബാദ് വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭൗതിക താല്പര്യത്തിന്റെ അടിമയല്ല കേട്ടോ. മഹാനായ ശൈഖുനാ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ക്രാന്തദർശിത്വത്തിന്റെ പര്യായം, ദിഷണാശാലികളുടെ മാതൃകയായ വഴികാട്ടി, മഹാനായ സച്ചരിതരായ പണ്ഡിത ശ്രേഷ്ഠൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷർ വരെ അലങ്കരിച്ച മഹാനുഭാവൻ, അവിടുന്ന് ആരെയും അനാവശ്യമായി പുകഴ്ത്തുന്നയാളല്ല, ഒരാളെയും ആവശ്യമില്ലാതെ ഉയർത്തിക്കാട്ടുന്നയാളല്ല. ആ മഹാനായ ശൈഖുനാ ഓ ഖാലിദ് എന്ന പുസ്തകം ഓർമ്മകളിലെ ഓ ഖാലിദ് പല പതിപ്പുകൾ ഇറക്കി, 9ാമത്തെ പതിപ്പാണെന്ന് തോന്നുന്നു. അതിന്റെ പ്രകാശനത്തിന്റെ വേളയിൽ സാധുവായ ഞാൻ ആ വേദിയിലുണ്ട്. ആ സമയത്ത് പറയുന്നു, ഓ ഖാലിദിൽ എനിക്കും മാതൃകയുണ്ട് മക്കളെ. ആരാ പറയുന്നത്? മഹാനായ ശൈഖുനാ എം.എ. ഉസ്താദാണ്. മതഭൗതിക വിജ്ഞാന രംഗത്ത് ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കാൻ ബീജാഭാവം നൽകിയ പദ്ധതികളുടെ ആസൂത്രകനാണ്. ആ മഹാനുഭാവൻ പറയുന്നു, ഈമാനികമായി നമ്മളെ നയിച്ച വലിയ പണ്ഡിത ശ്രേഷ്ഠൻ പറയുന്നു, ഓ ഖാലിദിൽ എനിക്ക് മാതൃകയുണ്ട്. വെള്ളിലെ മുഹമ്മദ് ഫൈദി SSF-കാരന്റെ വലിയ നേതൃത്വമായി മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ഉറങ്ങുകയാണ്. അന്ന് മക്കത്ത് വെച്ച് വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോൾ ഒരു SSF-കാരൻ എന്ന നിലക്ക് എന്നെ കണ്ടതുകൊണ്ട് ഒരു കൈ ഉയർത്തി, വെള്ളിലെ കൈ ഉയർത്തി. SSF-ന്റെ വലിയ നേതൃത്വമായിരുന്നയാൾ കൈ ഉയർത്തി മദീനത്ത് വെച്ച് കാണാമെന്ന അർത്ഥത്തിൽ. പക്ഷേ മദീനത്ത് കാണുമ്പോൾ കിങ് ഫഹദ് ഹോസ്പിറ്റലിലെ സ്ലൈഡിൽ വെച്ച അവിടുത്തെ ജനാസയായിരുന്നു. കാണാൻ ചെന്ന് ഞങ്ങളെ ആദ്യം അനുവദിച്ചില്ല. പാലക്കാട്ടുകാരിയായ ഒരു സി